Hello everyone, welcome back to yet another video of Nutshell Lines. Today I would like to deal with the work that is a short story written by Rabindranath Tagore, which is entitled as The Homecoming. Once again, welcome to the video. സോ എപ്പോഴും ഞാൻ സമ്മറിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഓഥറിനെ പറ്റി ഒരു നോട്ട് തരാറുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ഇന്ന് നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ഓഥറിനെ പറ്റി പറയുന്നില്ല. ബിക്കോസ് ടാഗോർ ഈസ് വെരി പോപ്പുലർ ആൻഡ് അദ്ദേഹത്തെ പറ്റി പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് തരേണ്ട ആവശ്യമില്ല എന്നെനിക്ക് തോന്നി. സോ ഐ ആം ജസ്റ്റ് മൂവിങ് ടു ദി സമ്മറി പാർട്ട്. And this short story opens with a gathering of small children at the bank of the river. ഈ ഒരു ഷോർട്ട് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ, അതായത് ഒരു കൂട്ടം കുട്ടികൾ ഒരു റിവറിൻ്റെ ബാങ്ക്, അതായത് റിവറിൻ്റെ ഒരു തീരത്ത് നിന്ന് കളിക്കുകയാണ്. ദേ ആർ പ്ലേയിങ് ടൈം അല്ലേ, അവരുടെ ഒരു എന്താ പറയുക, സാധാരണ ഒരു ദിവസത്തെ ഒരു പ്ലേയിങ് ടൈം അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് കാണിക്കുന്നത്. A 14-year-old boy named Fatik Chakravarti was the ringleader among the boys of the village. അപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു കൂട്ടം ആൺകുട്ടികളുടെ ഇടയിലുള്ള മെയിൻ ഗ്യാങ് ലീഡർ അല്ലെങ്കിൽ മെയിൻ ഹെഡ് എന്ന് പറയുന്നത് ദ ബോയ് നെയ്മഡ് ഫത്തിക് ചക്രവർത്തി, ആൻഡ് he is a 14-year-old boy. While playing, suddenly a new mischief got into his head to drag a wooden log into the river, which was to be shaped as a mast for a boat. അങ്ങനെ ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന്, ഒരു ബോയ്സ് ആണല്ലോ, അപ്പോൾ ഓട്ടോമാറ്റിക് എന്തെങ്കിലും ഒരു കുസൃതി ഇവരുടെ മനസ്സിൽ എപ്പോഴും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചില കുസൃതികളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് പെട്ടെന്നൊരു ഐഡിയ നമ്മുടെ ഫത്തീഖിൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എന്താണ് ഐഡിയ? അതായത് അവിടെ നമ്മൾ ഈ ബോട്ടിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പായ് ഇങ്ങനെ വിരിക്കത്തില്ലയോ, അതായത് നമ്മളൊരു കൊടിമരം പോലെ പായ് വഞ്ചി അങ്ങനെയൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റിവർ സൈഡിൽ ഒരു മരം, ഒരു ലോഗ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലോഗ് എടുത്തുകൊണ്ടിട്ട് എന്ത് ചെയ്യാം, കളിക്കാം, അല്ലെങ്കിൽ ആ ലോഗ് എടുത്ത് എന്താ പറയുക, നദിയിലേക്ക് എടുത്ത് ഒഴുക്കാം എന്നൊരു ഐഡിയയൊക്കെ നമ്മളുടെ ഈ ഒരു ലീഡറായിട്ടുള്ള ഫത്തീഖിൻ്റെ മനസ്സിലേക്ക് ഉദിക്കുകയാണ്. ആൻഡ് ഹി ഡിസൈഡഡ് ദാറ്റ് ദേ ഷുഡ് ഓൾ വർക്ക് ടുഗെദർ ടു ഷിഫ്റ്റ് ദ ലോഗ്, ആൻഡ് ദി ഓണർ ഓഫ് ദി ലോഗ് വുഡ് ബി ആംഗ്രി ആൻഡ് സർപ്രൈസ്ഡ് ആൻഡ് ദേ വുഡ് ഓൾ എൻജോയ് ദി ഫൺ. അപ്പോൾ ഇവർ ഈ കളിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ആ ഒരു കാര്യം മാത്രമല്ല, പകരം അവരുദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കുസൃതി ചെയ്ത് കഴിയുമ്പോൾ ഡെഫിനറ്റായിട്ട് ഇതിൻ്റെ ഓണർ വരും, ഈ ലോഗിൻ്റെ ഓണർ, ഈ മരത്തടിയുടെ ഓണർ ഇതന്വേഷിച്ച് വരും. അപ്പോൾ അയാൾ ഇത് കാണുമ്പോൾ അയാൾ സർപ്രൈസ്ഡ് ആവും, അയാൾ ദേഷ്യപ്പെടും. അപ്പോൾ ഇത് കാണുമ്പോൾ ഇവർക്കെല്ലാവർക്കും ഒരു രസം, ഒരു എൻ്റർടൈൻമെൻറ്റ്, അതാണ് ഇവരുദ്ദേശിച്ചുള്ളൂ. അങ്ങനെ ഇതൊരു തമാശയായിട്ട് എടുക്കാമെന്ന് ഫത്തീഖ് കരുതുന്നു. And Makan, Fatiq's younger brother, approached towards them and he sits on the log. The boys tried to get him away, but Makan remained unconcerned. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഫത്തീഖിൻ്റെ യങ്ങർ ബ്രദറായിട്ടുള്ള മക്കാൻ അങ്ങോട്ട് വരുന്നത്. ഈ മക്കാൻ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ ഫത്തീഖിനെ പോലെ തന്നെ ഭയങ്കര മിസ്റ്റീവിയസ് ആയിട്ടുള്ള, എപ്പോഴും കുസൃതി കാണിക്കുന്ന ഒരു കുട്ടി തന്നെയാണ്. അതായത് ബ്രദേഴ്സ് 2 പേരും ഈക്വലാണ് ഈ കുസൃതിയുടെ കാര്യത്തിൽ. അപ്പോൾ ഇവൻ വന്നിട്ട് എന്താ ചെയ്യുന്നത്, ഈ ലോഗിൻ്റെ, ഈ മരത്തടിയുടെ മുകളിൽ കയറി നിൽക്കും. അപ്പോൾ അവരെന്ത് പറഞ്ഞിട്ടും മക്കാൻ എന്ത് ചെയ്യില്ല, അവിടെ നിന്ന് മാറില്ല. ദെൻ ഫത്തീഖ് ഗേവ് ദ വേർഡ് ഓഫ് കമാൻഡ് ടു റോൾ ദി ലോഗ് ആൻഡ് മക്കാൻ ഓവർ ടുഗെദർ. അപ്പോൾ ഫത്തീഖ് വന്നിട്ട് പറയും, അവൻ പറഞ്ഞില്ല കേൾക്കണ്ട, ഒരു കാര്യം ചെയ്യൂ, അവനെയും ഈ ലോഗിനെയും ഉൾപ്പെടെ നമുക്ക് റിവറിലേക്ക് വലിച്ചിടാം എന്ന് പറയുന്നു. He rushed at Fatiq and scratched his face and beat him and kicked him and then went crying home. And he നറേറ്റഡ് ഹിസ് വേർഷൻ ഓഫ് ഇവൻറ്റ്സ്. അതായത് ഫത്തീഖ് ഇങ്ങനെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫത്തീഖിൻ്റെ ആ ഒരു കമാൻഡ് പ്രകാരം മറ്റു കുട്ടികൾ മക്കാനെ വലിച്ച് പുഴയിലേക്ക് ഇടാനായിട്ട് ശ്രമിക്കുന്നു. അപ്പം മക്കാൻ അത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. മക്കാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓടി വന്നിട്ട് ഫത്തീഖിനെ ബീറ്റ് ചെയ്യുന്നു, അവനെ കിക്ക് ചെയ്യുന്നു. ദേഷ്യം കയറിയിട്ട് ഒച്ചത്തിൽ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ ചെന്നിട്ട് അവൻ്റേതായിട്ടുള്ളൊരു നുണക്കഥ അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നു.
And Fatik is severely irritated by his mother for torturing his younger brother. During the scuffle, Fatik pushed his mother and it is mistakenly considered as beating his mother. അപ്പോൾ ഫത്തീക്ക് വീട്ടിലേക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫത്തീക്കിന് മനസ്സിലായി വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായാലും തനിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് ഫത്തീക്കിന് ഉറപ്പുള്ള കാര്യമാണ്. ഫത്തീക്ക് പക്ഷേ വീട്ടിലേക്ക് പോകാതെ പറ്റില്ലല്ലോ. അവൻ എന്താ പറയുക പേടിച്ചരണ്ട് വീട്ടിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ ഡെഫിനറ്റായിട്ട് അമ്മ ഇറിറ്റേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ അമ്മ ദേഷ്യം കയറിയിട്ട് ഫത്തീക്കിനെ എന്താ പറയുക അടിക്കാൻ ഒരുങ്ങുന്നു. അങ്ങനെ അമ്മയും മകനും തമ്മിലുള്ള ആ ഒരു ചെറിയൊരു സ്കഫിൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഫൈറ്റ് നടത്തുമ്പോൾ അറിയാതെ മിസ്റ്റേക്കൻലി നമ്മുടെ ഫത്തീക്ക് അമ്മയെ പിടിച്ചിങ്ങനെ വലിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യും. പക്ഷേ അമ്മയ്ക്ക് തോന്നുന്നത് അമ്മയെ ഫത്തീക്ക് തല്ലാൻ വേണ്ടി ഒരുങ്ങുകയാണെന്നുള്ളതാണ്. സോ ദിസ് ടൈം എ സ്ട്രേഞ്ചർ കെയിം ടു ദെയർ ഹൗസ് ആൻഡ് ഹിസ് മദർ സ്റ്റെപ്ഡ് ബാക്ക് ആൻഡ് ലുക്ക്ഡ് അറ്റ് ദി സ്ട്രേഞ്ചർ. ഹർ ആങ്കർ വാസ് ചേഞ്ച്ഡ് ഇൻ ടു സർപ്രൈസ്. അപ്പോൾ അമ്മ ആ ദേഷ്യത്തിൽ നമ്മുടെ ഫത്തീക്ക് അടിക്കുകയാണ്. അതായത് നീ സ്വന്തം അമ്മയെ അടിക്കാൻ ഒരുങ്ങുകയാണല്ലേ എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ദേഷ്യം കയറിയിട്ട് ഫത്തീക്കിനെ ആഞ്ഞടിക്കാനായിട്ട് ഇങ്ങനെ ആ ഒരു ടൈം പീരീഡിലാണ് പെട്ടെന്ന് ഒരു സ്ട്രേഞ്ചർ ഇവരുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അയാളെ കാണുന്ന ആ ഒരു ടൈമിൽ തന്നെ അമ്മ പെട്ടെന്ന് അങ്ങോട്ട് ചേഞ്ച് ആവുന്നുണ്ട്. അമ്മയുടെ ആ ഒരു ആങ്കർ, ആ ദേഷ്യം പെട്ടെന്ന് പോയിട്ട് അമ്മ ഭയങ്കര സർപ്രൈസ്ഡ് ആവുന്നതായിട്ട് ഫത്തീക്ക് കാണുന്നുണ്ട്. A middle-aged man with grey hair and dark mustache. His name was Bishamber. He was mother's brother who had gone away soon after she had married and he had started business in Bombay. അപ്പോൾ വന്നത് വേറെ ആരുമല്ല, അദ്ദേഹം എന്താ പറയുക മിഡിൽ ഏജ്ഡ് മാനാണ്. ഒരു ഗ്രേ ഹെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡാർക്ക് മൊസ്റ്റാഷ് ഉള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ബിഷാംബർ എന്നാണ്. അദ്ദേഹം വേറെ ആരുമല്ല, ഫത്തീക്കിൻ്റെയും മഖാൻ്റെയും അമ്മയുടെ ബ്രദറാണ്. അമ്മയുടെ ആ ഒരു കല്യാണത്തിന് ശേഷം ഉടനെ തന്നെ ഇദ്ദേഹത്തിന് ബോംബെയിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹം ബോംബെയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് തൻ്റെ സഹോദരിയെ കാണാനായിട്ട് അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല. അപ്പോൾ ഇപ്പോൾ തൻ്റെ സഹോദരിക്ക് കുട്ടികളൊക്കെ ആയി, സഹോദരിയുടെ ഭർത്താവും മരിച്ചു. അപ്പോൾ ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞ് ഈ ഒരു സമയത്താണ് നമ്മുടെ ബിഷാംബർ എന്ന് പറയുന്ന ഫത്തീക്കിൻ്റെ അങ്കിള് ഇവരെ കാണാനായിട്ട്, സ്വന്തം സഹോദരിയും കുട്ടികളെയും കാണാനായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. And Bishamber gets permission from his mother in order to take Fatik along with him to Calcutta to educate him. And his mother agreed because she considered him as a perpetual nuisance. അതായത് ബിഷാംബർ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യൂ, നിൻ്റെ മൂത്ത കുട്ടിയായിട്ടുള്ള ഫത്തീക്കിനെ ഞാൻ കൽക്കട്ടയിലേക്ക് കൊണ്ടുപോകാം, അവന് ഞാൻ നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കാം. അപ്പോൾ നിനക്ക് ഈ ഒരു ബുദ്ധിമുട്ടും, അതായത് ഈ രണ്ട് കുട്ടികളെ മാനേജ് ചെയ്യുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് നിനക്കൊരു റിലീഫ് ആവുമല്ലോ എന്ന് അമ്മയോട് അങ്കിൾ പറയുവാണ്. അപ്പോൾ ബിഷാംബർ അങ്ങനെ പറയുമ്പോൾ അമ്മ ഡെഫിനറ്റായിട്ട് അതിന് യെസ് മൂളുന്നുണ്ട്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഇവർ തമ്മിൽ തല്ലി പിടിച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന അമ്മയ്ക്ക് നല്ല പേടിയുണ്ട്. സോ അതുകൊണ്ട് എപ്പോഴും അമ്മ വിചാരിക്കുന്ന ഒരു കാര്യം, ഈ ഫത്തീക്ക് ഭയങ്കര ശല്യമാണ്, ഫത്തീക്കിനോട് എന്ത് പറഞ്ഞാലും കേൾക്കില്ല. പക്ഷേ ഈ മഖാൻ എന്ന് പറയുന്ന ക്യാരക്ടറും ഭയങ്കര മിസ്റ്റീവിയസ് ആണ്. പക്ഷേ മഖാനേക്കാളും എന്തുകൊണ്ടും മേ ബി ഫത്തീക്ക് എൽഡർ ബോയ് ആയതുകൊണ്ടാവാം ഫത്തീക്കിനാണ് എപ്പോഴും ബ്ലെയിം വരിക എന്ത് ചെയ്താലും. So, for her, Fatik was lazy, disobedient and wild, but Makan was good as gold and quiet as lamb and very fond of reading. So, it was an immense relief to the mother to get rid of Fatik. അപ്പോൾ അമ്മ ചിന്തിക്കുന്ന വേറൊന്നുമല്ല, ഫത്തീക്ക് എന്ന് പറഞ്ഞാൽ ലേസിയാണ്, ഡിസൊബീഡിയൻ്റ് ആണ്, പറഞ്ഞാൽ കേൾക്കില്ല, ഭയങ്കര തലതെറിച്ച കുട്ടിയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം മഖാൻ അങ്ങനെയല്ല. എന്താണ്, മഖാൻ നല്ലൊരു കുട്ടിയാണ്, അവൻ ക്വയറ്റാണ്, അവൻ പറഞ്ഞാൽ കേൾക്കും, അവന് വായിക്കാൻ ഇഷ്ടമാണ്, എന്തെങ്കിലുമൊക്കെ അവൻ എൻഗേജ്ഡ് ആയിരിക്കും. സോ അമ്മ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ, രണ്ടുപേരിൽ നിന്ന് തലവേദന ഫത്തീക്ക് തന്നെയാണ്. അപ്പോൾ ഫത്തീക്കിനെ പതുക്കെ എന്താ പറയുക തൻ്റെ സഹോദരൻ്റെ കൂടെ പറഞ്ഞു വിട്ടാൽ കുറച്ച് തലവേദന കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് അമ്മ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഫത്തീക്ക് വാസ് ഓൾസോ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ടു ഗോ വിത്ത് ഹിസ് അങ്കിൾ. അപ്പോൾ ഫത്തീക്ക് ആണെങ്കിലും തൻ്റെ അങ്കിൾ കൽക്കട്ടയ്ക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം വേറൊന്നുമല്ല, അവന് പുതിയൊരു സ്ഥലം കാണാം, അതുപോലെ തന്നെ വേറൊരു സ്പേസ് അവന് കിട്ടുന്നു, അതുപോലെ തന്നെ ഇവിടെ നിന്ന് എന്തായാലും രക്ഷപ്പെടാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ആ ഒരു വഴക്ക് കേൾക്കില്ല, എന്തിനും എപ്പോഴും ബ്ലെയിം ചെയ്യേണ്ട ആ ഒരു ബുദ്ധിമുട്ട്, ഇതെല്ലാം നിന്ന് തനിക്കൊരു റിലീഫ് കിട്ടുമെന്ന് അവനും ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അവനും ഭയങ്കര ഹാപ്പിയാണ്. ആ പോകുന്ന സമയത്ത് മഖാന് തൻ്റെ വിലപ്പെട്ട സാധനങ്ങളൊക്കെ ഫത്തീക്ക് കൊടുക്കുന്നതായിട്ട് ഷോർട്ട് സ്റ്റോറിയിൽ പറയുന്നുണ്ട്. കാരണം അവൻ അത്രയും ഹാപ്പി ആയിരുന്നു അങ്കിളുടെ കൂടെ പോകാനായിട്ട്. However, Calcutta was not a comfortable place to Fatik and he was an unwelcomed guest in his uncle's house. അങ്ങനെ മഖാനെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ മഖാനെയും അമ്മയും നാട്ടിൽ വിട്ടിട്ട് ഫത്തീക്ക് അങ്കിളിൻ്റെ കൂടെ കൽക്കട്ടയിലേക്ക് പറിച്ചു നടുകയാണ്. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൽക്കട്ട എന്ന് പറയുന്നത്
ഫത്തീഖിന് ഒരിക്കലും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നില്ല. അതായത് നമ്മളുടെ അങ്കിളുടെ ബിഷാംബറിൻ്റെ വൈഫായിട്ടുള്ള അവൻ്റെ ഓണ്ട്, അവൻ്റെ ആൻറ്റി അല്ലേ, അപ്പോൾ അവർക്ക് ഫത്തീഖിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നു. സോ അപ്പോൾ ഡെഫിനറ്റായിട്ട് ഫത്തീഖ് അവിടെ ഒരു അൺവെൽക്കംഡ് ഗസ്റ്റായിട്ട് മാറിയിരുന്നു. And his aunt found her on 3 boys, quite enough to manage without taking anyone else. And to bring a village boy of 14 into their midst was terribly upsetting. കാര്യം ഇത്രയേ ഉള്ളൂ, അവർക്ക് ഓൾറെഡി 3 കുട്ടികളുണ്ട്, അവരുടെ കാര്യങ്ങൾ നോക്കാൻ അവിടെ ആളില്ല, അവർ തന്നെയാണ് എല്ലാം മാനേജ് ചെയ്യുന്നത്. ഇതിനിടക്ക് 14 വയസ്സുള്ള തൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരിയുടെ മകനെ കൂടി അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ അവർക്കില്ല. സോ അവർ നമ്മുടെ ഫത്തീഖിനെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടാണ് കണ്ടിരുന്നത്. ഒരിക്കലും സ്നേഹത്തോടെ കാണാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നില്ല. ഫത്തീഖിനെ എപ്പോഴും ഒരു എനമി അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് വന്ന ഒരു അൺവെൽക്കംഡ് ആയിട്ടുള്ള ഒരു ഗസ്റ്റിനെ പോലെ തന്നെയാണ് അവനെ ഓണ്ട് ട്രീറ്റ് ചെയ്തിരുന്നത്. And for a boy of 14, his own home is the only paradise. To live in a strange house with strange people is a little short of torture. അതായത് ഒരു 14 വയസ്സുകാരൻ തൻ്റെ വീടാണ് ശരിക്കും പറഞ്ഞാൽ അവന് പാരഡൈസ് എന്ന് പറയുന്നത്. ഒരിക്കലും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നടുമ്പോൾ, മറ്റൊരു സ്ഥലത്തേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്കതൊരിക്കലും ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ആൾക്കാർ, സ്ട്രേഞ്ച് ആയിട്ടുള്ള സ്ഥലം, അവിടെ നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടില്ല. എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കെപ്പോഴും നമ്മളുടെ ആ ഒരു ടീനേജ് ടൈമിൽ നമ്മളുടെ വീട് തന്നെയാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസ് എന്ന് പറയുന്നത്. അത് തന്നെയായിരുന്നു ഫത്തീഖിനും ഇവിടെ സംഭവിച്ചത്. ഹി വാണ്ടഡ് ടു ഗോ ഔട്ട് ഇൻ ടു ദി ഓപ്പൺ കൺട്രി ആൻഡ് ഫിൽ ഹിസ് ലങ്സ് ആൻഡ് ബ്രീത്ത് ഫ്രീലി. അവന് കൽക്കട്ടയിലെ ആ ഒരു ബിൽഡിങ്ങുകളുടെ ഇടയ്ക്ക് ഈ അങ്കിളിൻ്റെ വീടെന്ന് പറയുന്നത് ഭയങ്കര സഫക്കേഷനായിരുന്നു. അവൻ ഒരിക്കലും ഒരു നല്ല രീതിയിൽ ശ്വാസം എന്താ പറയുക എടുക്കാൻ പോലും അവന് പറ്റിയില്ലായിരുന്നു. ബട്ട് ദർ വാസ് നോ ഓപ്പൺ കൺട്രി ടു ഗോ ടു. അതായത് പുറത്ത് പോയിട്ട് ഒന്ന് നല്ല ശ്വാസം വലിച്ച് ബ്രീത്ത് ചെയ്യണം എന്ന് അവന് ആഗ്രഹമുണ്ട്, പക്ഷേ അതുപോലും അവിടെ നടക്കുന്നില്ല. ഹി റിമെമ്പർഡ് ദാറ്റ് ഗ്ലോറിയസ് മെഡോസ്, ഹിസ് കമ്പാനിയൻസ്, ബ്രോഡ് റിവർ ബാങ്ക്സ്, നാരോ ബ്രൂക്ക് വോ ഹി കുഡ് ഗോ ഡൈവ് ആൻഡ് സ്വിം ആൻഡ് മെമ്മറി ഓഫ് ഹിസ് ടൈറൻ മദർ എക്സെട്ര. അവൻ കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ വേദനയോടെ അവൻ ഓർക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്താണ്, തൻ്റെ നാട്ടിലുണ്ടായിരുന്ന ആ ഗ്ലോറിയസ് ആയിട്ടുള്ള മെഡോസ് അല്ലെ, ആ പച്ച പുൽത്തകിടുകൾ, അതുപോലെ അവൻ്റെ കമ്പാനിയൻസ്, അവൻ്റെ ഫ്രണ്ട്സ്, അവൻ കളിച്ചിരുന്ന ആ റിവർ ബാങ്ക്സ് അല്ലെ, ആദ്യം പറഞ്ഞിരുന്ന ആ നദിക്കര, അതുപോലെ തന്നെ നാരോ ബ്രൂക്ക്, അവൻ കുളിച്ചിരുന്ന അല്ലെങ്കിൽ നീന്താൻ പഠിച്ച ആ ഒരു അരുവികൾ, ഇതൊക്കെ അവൻ ഓർക്കുകയാണ്. അതുപോലെ തൻ്റെ സ്നേഹത്തോടെ തന്നെ എന്താ പറയുക, ഇഷ്ടം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, തൻ്റെ ആ ഒരു കുരുത്തക്കേടിന് തൻ്റെ കൂടെ ചേർന്ന് പോകാൻ പറ്റാത്ത ആ തൻ്റെ അമ്മയുടെ സ്നേഹം, തൻ്റെ ലവിങ് ആയിട്ടുള്ള ആ മദർ, ഒരിക്കലും എന്താ പറയുക ഒരു സ്വസ്ഥത നമ്മൾ കൊടുത്തിട്ടില്ലാത്ത എൻ്റെ അമ്മ, അവരെയൊക്കെ അവനിങ്ങനെ ഓർക്കുന്നുണ്ട്. സ്കൂളിംഗ് വാസ് ഓൾസോ എ ബിറ്റർ എക്സ്പീരിയൻസ് ഫോർ ഫത്തീഖ്. വീട്ടിലെ കാര്യം ആണ് ഇത്രയും പറഞ്ഞത്. ഇനി സ്കൂളിലുള്ള കാര്യമാണെങ്കിലോ, കൽക്കട്ടയിലെ സ്കൂളുകൾ ഒരിക്കലും ഫത്തീഖിനൊരു എന്താ പറയുക ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് കൊടുത്തിട്ടില്ല. ഹി കുഡ്ന്റ് ഇംപ്രസ് ദി ടീച്ചേഴ്സ് ആൻഡ് ഡേ ബൈ ഡേ ഹിസ് കണ്ടീഷൻ ബിക്കെയിം സോ പത്തറ്റിക് ദറ്റ് ഈവൻ ഹിസ് കസിൻസ് വെർ അഷെയിംഡ് ടു ഓൺ ഹിം. ദി ബിഗാൻ ടു ഇൻസൾട്ട് ഹിം മോർ ദാൻ ദി അതർ ബോയ്സ്. സ്കൂളിലെ കാര്യം പറഞ്ഞാൽ അതിലും കഷ്ടമാണ്. എന്താണ്, അവിടെ അവന് ടീച്ചേഴ്സിന് ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, നല്ല നല്ല ഫ്രണ്ട്സിന് ഉണ്ടാക്കാൻ പറ്റിയില്ല. കാരണം അവൻ്റെ വീട്ടിലെ ഓർമ്മകളും അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണം, തനിക്കിവിടെ നിന്ന് ലഭിക്കുന്ന ആ ഒരു മെൻ്റൽ ടോർച്ചറിങ് ഭയങ്കര കൂടുതലായിരുന്നു. സോ അവൻ്റെ കസിൻസ്, അവൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളെക്കാളും കസിൻസാണ് അവനെ ഭയങ്കരമായിട്ട് എന്താ പറയുക കളിയാക്കിക്കൊണ്ടിരുന്നത്. അതുപോലെ അവന് ഭയങ്കര ഒരു ഇൻസൾട്ട് ഫീലിംഗ് എപ്പോഴും തോന്നിക്കൊണ്ടിരുന്നു. ആൻഡ് ഹെർ ഓൺസ് മെൻ്റൽ ടോർച്ചറിങ് ആൻഡ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഹിം ഇൻക്രീസസ് ഹീസ് പെയിൻ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവൻ്റെ ഒരു ആണ്ട്, അതായത് ഈ ബിഷാംബറിൻ്റെ വൈഫ്, അവരിടയ്ക്കിടയ്ക്ക് ബിഷാംബറിനോട് പറയും, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, നിങ്ങൾക്ക് ഈ കുട്ടിയെ തിരിച്ചു കൊണ്ട് ആക്കിക്കൂടെ, ഇവിടെ ഒന്നാമതേ ഇത്ര ആൾക്കാരെ എന്താ പറയുക എക്സ്പെൻസ് തന്നെ വളരെ കൂടുതലാണ്, ഇത്രയും കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ കുട്ടികളെ പോലും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആ സമയത്താണ് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കുത്തുവാക്കുകളും അതുപോലെ ഭയങ്കരമായിട്ട് ഇവനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ഈ ഓണ്ട്. And finally, he summoned up all his courage and asked uncle when he could go home. His only reply was that he could return during the holidays. അപ്പോൾ ധൈര്യമൊക്കെ ചേർത്ത് പിടിച്ചിട്ട് ഒരു ദിവസം നമ്മുടെ ഫത്തീഖ് അങ്കിളിനോട് ചോദിക്കുന്നുണ്ട്, അങ്കിൾ എനിക്ക് വീട്ടിൽ പൊക്കോട്ടെ, ഞാനൊന്ന് വീട്ടിലേക്ക് പൊക്കോട്ടെ, എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിട്ടേക്കൂ എന്ന് പറയുമ്പം അങ്കിൾ പറയുന്നുണ്ട്, ഹോളിഡേയ്സ് ആവാണ്ട് നിനക്ക് പോകാൻ പറ്റില്ല. One day on his way back from school, he had a bad headache with fit of shivering. He felt he was going to have an attack of malarial fever. പിന്നെന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം അവൻ സ്കൂളിൽ നിന്ന് വരുമ്പം അവന് ഭയങ്കരമായിട്ട് തലവേദനിക്കുന്നു,
വിറയ്ക്കുന്നുണ്ട്, ചെറുതായിട്ട് പനിക്കുന്ന പോലെ തോന്നുന്നുണ്ട്, അതായത് ഷിവറിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് ആക്ച്വലി ആൻ അറ്റാക്ക് ഓഫ് മലേറിയൽ ഫീവർ, ഒരു മലേറിയ എന്ന് പറയുന്ന ആ ഒരു രോഗത്തിൻ്റെ ആ ഒരു എല്ലാ സിംറ്റംസും അവനുണ്ട്. ആൻഡ് ഹി ട്രൈസ് ടു എസ്കേപ്പ് ബാക്ക് ഹോം. ദ നെക്സ്റ്റ് മോർണിംഗ് ഫതീഖ് വാസ് നോവർ ടു ബി സീൻ. അതായത് പിന്നീട് അവനെ കാണാതായി, ഫതീഖിനെ കാണാതായി. അതായത് ഫതീഖ് സ്വന്തം വീട്ടിലേക്ക് പോകാമെന്നുള്ള രീതിയിൽ പതുക്കെ ഈ വീട്ടിൽ നിന്ന് ആരും അറിയാതെ ഇറങ്ങിപ്പോകുന്നുണ്ട്. അവനെ കാണാതെ എല്ലാവരും എല്ലായിടത്തും അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ആൻഡ് ദ റെയിൻ ഹാഡ് ബീൻ പോറിങ് ഇൻ ടൊറൻസ് ഓൾ നൈറ്റ്. അറ്റ് ലാസ്റ്റ് ബിഷാംബർ ആസ്ക്ഡ് ഹിം ഹെൽപ്പ് ഫ്രം പോലീസ്. അങ്ങനെ ഇരിക്കുമ്പോൾ ബിഷാംബർ അയാൾ അവൻ്റെ അങ്കിള് എല്ലാവരെയും വിട്ടും അല്ലെങ്കിൽ പുള്ളിയും ഒക്കെ എല്ലാവരെയും വിട്ട് അന്വേഷിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഫതീഖിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഫതീഖ് ആരോടും പറയാതെ നാട്ടിലേക്ക് പോകാനുള്ള ആ ഒരു ഒളിച്ചോട്ടത്തിലേക്ക് അവൻ പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ അറ്റ് ദി എൻഡ് ബിഷാംബർ പോലീസിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് പോലീസിൻ്റെ ഹെൽപ്പോടുകൂടി നമ്മുടെ ഫതീഖിനെ കണ്ടെത്തുന്നുണ്ട്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എ പോലീസ് വാൻ സ്റ്റോപ്ഡ് അറ്റ് ദ ഡോർ ബിഫോർ ദി ഹൗസ്. 2 കോൺസ്റ്റബിൾസ് ബ്രോട്ട് ഔട്ട് ഫതീഖ് ഇൻ ദെയർ ആംസ് ആൻഡ് പ്ലേസ്ഡ് ഹിം ബിഫോർ ബിഷാംബർ. ഒരു ദിവസം ഈ കാണാതായി ഈ ഒരു ദിവസം വൈകിട്ട് തന്നെ പോലീസുകാർ ഒരു വാനിൽ നമ്മുടെ ആരെയാണ് ഫതീഖിനെ കൊണ്ടുവന്ന് വീട്ടിൻ്റെ ഫ്രണ്ടിൽ ബിഷാംബറിൻ്റെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. ഹി വാസ് വെറ്റ് ത്രൂ ഫ്രം ഹെഡ് ടു ഫുട്ട്, മഡി ഓൾ ഓവർ, ഹിസ് ഫേസ് ആൻഡ് ഐസ് ഫ്ലഷ്ഡ് റെഡ് വിത്ത് ഫീവർ. അതായത് അവൻ മൊത്തത്തിൽ ചെളിയിൽ കുളിച്ച് നിൽക്കുകയാണ്, അവനാകെ വെറ്റാണ്, അവനാകെ ഷിവർ ചെയ്യുന്നുണ്ട്, അവൻ്റെ കണ്ണുകളൊക്കെ റെഡിഷായി, അതായത് അവന് നല്ല കടുത്ത പനിയുണ്ട്. ഹിസ് ഓണ്ട് റിയാക്റ്റഡ് വെരി ബാഡ്ലി ടു ദിസ് ഇൻസിഡൻറ്റ്. അതായത് ഇവൻ്റെ ആൻറ്റി മനഃപൂർവ്വം, നേരത്തെ പറഞ്ഞല്ലോ അവർ മെൻ്റലി ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഈ ഒരു സിറ്റുവേഷൻ കൂടി കാണുമ്പോൾ അവരുടെ ദേഷ്യം ഒന്നുകൂടി വർദ്ധിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ഇത് വല്ലാത്ത ശല്യമാണ് ഈ കുട്ടിയെ കൊണ്ട്, എത്രയും പെട്ടെന്ന് വീട്ടിൽ കൊണ്ടാക്കാൻ ഞാൻ പറഞ്ഞതല്ലേ എന്ന് ഓണ്ട് ബിഷാംബറോട് പറയുന്നുണ്ട്. ആൻഡ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഫതീഖ് പറയുന്ന ഒരു റിപ്ലൈ ഉണ്ട്. അങ്കിൾ, ഐ വാസ് ജസ്റ്റ് ഗോയിങ് ഹോം ബട്ട് ദേ ഡ്രാഗ്ഡ് മീ ബാക്ക് അഗെയിൻ. അങ്കിൾ, ഞാൻ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങായിരുന്നു, പക്ഷേ ഈ പോലീസുകാരാണ് തിരിച്ചെന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്, ഞാൻ എങ്ങനെയെങ്കിലും പൊയ്ക്കോളാമായിരുന്നു എന്ന് അപ്പോഴും ആ അത്രയും എന്താ പറയുക കൂടിയ പനിയുടെ തീവ്രതയിൽ പോലും അവൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. The fever rose very high and all that night the boy was delirious. Bishamber brought in a doctor. He opened his eyes and said, Uncle, have the holidays come yet? May I go home? അങ്ങനെ ബിഷാംബർ നോക്കുമ്പോൾ പനി ഭയങ്കര കൂടുന്നുണ്ട്. അയാൾ ഡോക്ടറെ വിളിക്കുന്നുണ്ട്. ഡോക്ടർ വന്നിട്ട് ഡോക്ടറും നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്കെല്ലാം ഈ കുട്ടി ഇങ്ങനെ പിച്ചുമ്പയും പറയുന്നുണ്ട്. ഫതീഖ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അങ്കിൾ ഹോളിഡേയ്സ് വന്നോ, ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. അങ്കിൾ wiped the tears from his own eyes and sat him throughout the night. The boy began again to mutter. അങ്കിളിന് ഇവൻ്റെ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു. ബിഷാംബർ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തുടയ്ക്കുകയാണ്. കാരണം കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നല്ലോ, അതിനുള്ള കാരണം താനാണോ എന്നൊരു പക്ഷേ അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. കുട്ടിയാണെങ്കിലോ പെറുവിറുത്തുകൊണ്ട് ഈ ഒരു പനിയുടെ ആ ഒരു പനി കൂടുമ്പോൾ നമുക്ക് അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ വരുമല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ കുട്ടി ഇങ്ങനെ പിച്ചുമ്പയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദ ഡോക്ടർ സെഡ് ഇൻ ട്രബിൾഡ് വോയിസ് ദാറ്റ് ദ ബോയ്സ് കണ്ടീഷൻ വാസ് വെരി ക്രിട്ടിക്കൽ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഇത് ഭയങ്കര ക്രിട്ടിക്കലാണ്, കുട്ടി കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലേറ്റർ ഇൻ ദ ഡേ Fatique's mother burst into the room like a whirlwind and began to toss from side to side and moan and cry in a loud voice. പിന്നെ കാണുന്നത് ഫതീഖിൻ്റെ അമ്മ ഓടി ഈ റൂമിലേക്ക് വരികയാണ്. എന്താ പറയുക, ഭയങ്കര ശക്തിയോടെ ഓടി അങ്ങോട്ട് കയറി വന്നിട്ട് തൻ്റെ മകനെ കെട്ടിപ്പിടിച്ച് അവർ കരയാണ്. ബിഷാംബർ ട്രൈ ടു കാം ഹർ അജിറ്റേഷൻ. സ്വന്തം സഹോദരനായിട്ടുള്ള ബിഷാംബർ അല്ലെങ്കിൽ ഫതീഖിൻ്റെ അങ്കിള് തൻ്റെ സഹോദരിയെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ഷി ഫ്ലങ് ഹെർസെൽഫ് ഓൺ ദി ബെഡ് ആൻഡ് ക്രൈഡ്, ഫതീഖ് മൈ ഡാർലിംഗ്. അപ്പം അമ്മ കരയാണ്, എൻ്റെ മകനെ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ഫതീഖ് സ്റ്റോപ്ഡ് ഹിസ് റെസ്റ്റ്ലെസ് മൂവ്മെൻറ്റ്സ് ഫോർ എ മൊമെൻറ്റ്. ഹിസ് ഹാൻഡ് സീസ് ടു ബീറ്റിംഗ് അപ്പ് ആൻഡ് ഡൗൺ. ദ മദർ ക്രൈഡ് അഗെയിൻ. അപ്പം ഫതീഖ് പതുക്കെ അവൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ അനക്കാതെ ആയി തുടങ്ങി, കാരണം അവൻ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ വീണ്ടും ഒച്ചത്തിൽ കരയാണ്. ഫതീഖ് വെരി സ്ലോലി ടേൺഡ് ഹിസ് ഹെഡ് ആൻഡ് വിത്തൗട്ട് സീയിങ് എനിബഡി സെഡ്, മദർ, ദ ഹോളിഡേയ്സ് ഹാവ് കം. അപ്പോൾ ഫതീഖ് പതുക്കെ ഈ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അവനവൻ്റെ തല പതുക്കെ ഒന്ന് തിരിക്കുന്നുണ്ട്. എന്നിട്ട് ആരെയും അവൻ കാണുന്നില്ല എന്നാണ് ഓദർ പറയുന്നത്. അതായത് അവൻ ആരെയും കാണാത്ത ആ ഒരു മെൻ്റൽ സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, അമ്മേ ഹോളിഡേയ്സ് വന്നോ, അവധിക്കാലം ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ക്യാരക്ടറായിട്ടുള്ള ഫതീഖ് അപ്പോഴേക്കും മരണത്തിന് കീഴടങ്ങിയിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദി സമ്മറി പാർട്ട് ഓഫ് ദി സ്റ്റോറി. നൗ ഐ എം മൂവിങ് ടു ദി തീംസ്. ഇതിൻ്റെ ഫസ്റ്റ് തീം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ലവ് ആൻഡ് അഫെക്ഷൻ ആണ്. അതായത് ഈ ഒരു വർക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫതീഖ് എന്ന് പറയുന്ന ഒരു ടീനേജർക്കാരൻ്റെ അവൻ്റെ ആ ഒരു ലവ് ആണ് ടുവേർഡ്സ് ഹിസ് ഫാമിലി, ഹിസ് മദർ, ഹിസ് വില്ലേജ്. അവൻ്റെ നാടിനോടും അവൻ്റെ വീട്ടുകാരോടും അവന്
എന്താ പറയുക, അളവില്ലാത്ത സ്നേഹമുണ്ട് തൻ്റെ ബ്രദറിനോടും എല്ലാം. പക്ഷേ ആ ഒരു സ്നേഹം അവനെ ഫുൾഫില്ല് ചെയ്യാനായിട്ട്, അത് മനസ്സിലാക്കി കിട്ടാനായിട്ട് തൻ്റെ അങ്കിളിൻ്റെ നാടായിട്ടുള്ള കൽക്കട്ടയിലേക്ക് പോകേണ്ടി വന്നു. പക്ഷേ പിന്നീട് തൻ്റെ നാട്ടിലേക്ക്, തൻ്റെ നാടിനെ പറ്റി ഓർക്കുമ്പോൾ, തൻ്റെ അമ്മയെ പറ്റി ഓർക്കുമ്പോൾ, തൻ്റെ ഫാമിലിയെ പറ്റി ഓർക്കുമ്പോൾ അവനുണ്ടാകുന്ന ആ ഒരു സന്തോഷം, അത് തിരിച്ചു പിടിക്കാനായിട്ട്, അവൻ തിരിച്ചു വരാനായിട്ട് സാധിക്കുന്നില്ല. ആൻഡ് ദി നെക്സ്റ്റ് തീം ഈസ് ഇന്നസെൻസ് ഓഫ് ചൈൽഡ്ഹുഡ്, അല്ലേ? ഇതിൽ ഫ്രം ത്രൂ ഔട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കുട്ടികളുടെ ഇന്നസെൻസ് ആണ്. തുടക്കത്തിൽ അവരുടെ കുസൃതികളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ചൈൽഡ്ഹുഡിൽ വരുന്ന ഒരുപാട് എക്സ്പീരിയൻസസും കാര്യങ്ങളും ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ദെൻ ദിസ് സ്റ്റോറി ഈസ് ആക്ച്വലി സ്റ്റോറി ഓഫ് ഗ്രോയിങ് അപ്പ്. അതായത് ഈ വളർച്ചയുടെ കാലഘട്ടം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ടീനേജ് ടൈമിൽ ഉണ്ടാവുന്ന ഒരു കൈൻഡ് ഓഫ് സ്റ്റോറിയാണ് ഈ ഒരു ഹോം കമ്മിങ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി. ആൻഡ് അനദർ മേജർ തീം ഈസ് ഐസൊലേഷൻ. അതായത് നമ്മുടെ ഫതീഖ് എന്ന് പറയുന്ന ക്യാരക്ടർ ഐസൊലേറ്റഡ് ആവുന്നുണ്ട് കൽക്കട്ടയിൽ ചെല്ലുമ്പോൾ. അവൻ ആരുമില്ല, അവനൊരു ലോൺലി ഫീലിലേക്ക് പോകുന്നുണ്ട്. അവന് തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ അവന് തിരിച്ചു വരാൻ സാധിക്കുന്നില്ല. ഒറ്റപ്പെട്ട കൽക്കട്ടയിലെ ആ എന്താ പറയുക, ആ ഒരു കെട്ടിടങ്ങളും അല്ലെങ്കിൽ തൻ്റെ നാടും വീടും പുഴയും തൻ്റെ അമ്മ, അതുപോലെ തന്നെ തൻ്റെ നാട്ടിൽ താൻ കുളിച്ചിരുന്ന അരുവി, ഒരുപാട് കാര്യങ്ങൾ അവൻ ഓർക്കുന്നുണ്ട്, ആ പച്ച പുൽത്തകിടികൾ. പക്ഷെ അങ്ങോട്ടൊന്നും തിരിച്ചു വരാൻ തനിക്ക് സാധിക്കുന്നില്ല. അവനൊന്ന് ശ്വസിക്കാൻ പോലും കൽക്കട്ടയിൽ പറ്റുന്നില്ല എന്നാണ് ഓദർ പറയുന്നത്. കാരണം അത്രമാത്രം അവൻ ഐസൊലേറ്റഡ് ആയിപ്പോയി എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഐസൊലേറ്റഡ് ആവാനുള്ള മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഒരു ഓണ്ട്, തൻ്റെ ബിഷാംബർ എന്ന് പറയുന്ന തൻ്റെ അങ്കിളിൻ്റെ വൈഫായിട്ടുള്ള ആ ഒരു സ്ത്രീയുടെ മെൻ്റൽ ടോർച്ചറിങ് കൂടി ഇതിൽ ഒരു കാരണമായിട്ട് വരുന്നുണ്ട്. അല്ലാതെ ആ കുട്ടിയുടെ പനി മാത്രമല്ല, അവൻ്റെ ഒരു ഫിസിക്കൽ വീക്ക്നെസ് മാത്രമല്ല നമുക്ക് കാണുന്നത്, മെൻ്റലി ദാറ്റ് പെർട്ടിക്കുലർ ബോയ് ഈസ് എന്താ പറയുക, വെരി വീക്ക്, ഭയങ്കര വീക്കാണ്, അല്ലേ? മെൻ്റലി ഫിസിക്കലി അവൻ വീക്കാണ്. അതുകൊണ്ടാണ് അവൻ ആ ഡെത്തിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റാഞ്ഞത്. ഈവൻ അവൻ്റെ മദർ കൂടെ ഉണ്ടായിരുന്ന പോലും അവൻ അത്രയും സങ്കടം അവൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് അവന് തിരിച്ചു വരാനായിട്ട് സാധിക്കാതിരുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് തീം ഈസ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ റൂറൽ ആൻഡ് അർബൻ ലൈഫ്, അല്ലേ? അത് നമുക്ക് എന്തായാലും പറയാൻ പറ്റും. അതായത് റൂറൽ, അതായത് നാട്ടിലെയും നഗരത്തിൻ്റെയും രണ്ട് റൂറൽ സിറ്റി ലൈഫും അതുപോലെ വില്ലേജ് ലൈഫിൻ്റെയും ഇത് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അവർ ഫസ്റ്റ് അവർ കളിക്കുന്നതും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഒരു ഇന്നസെൻസും ചൈൽഡ്ഹുഡിൻ്റെ ആ ഒരു മെമ്മറീസൊക്കെ നമുക്ക് ഡെഫിനറ്റായിട്ട് വില്ലേജിലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. വി കനോട്ട് ഡു ഓൾ ദോസ് തിങ്സ് ഇൻ സിറ്റി ലൈഫ്, അല്ലേ? സിറ്റി ലൈഫിൽ നമുക്കൊന്നും ലീഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് സിറ്റി ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ ബിസിയാണ്. എന്താ പറയുക, ദേ ഹാവ് നോ സ്പേസ്. അവന് ശ്വസിക്കാൻ പോലും ബിൽഡിങ്സിൻ്റെ ഇടയ്ക്ക് അവന് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഉറക്കെ ഒന്ന് കരയാൻ പോലും ആ കുട്ടിക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ചിരിക്കാൻ സാധിച്ചില്ല എന്നൊക്കെ നമുക്ക് പലപ്പോഴും ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് ആ ഒരു ദ ഡിഫറൻസ് ബിറ്റ്വീൻ റൂറൽ ആൻഡ് അർബൻ ബാക്ക്ഗ്രൗണ്ട്, ആ രണ്ട് സ്പേസിൻ്റെയും ആ ഒരു കോൺട്രാസ്റ്റ് കാണിക്കാനാണ് ഓദർ അത് ഉപയോഗിച്ചിട്ടുള്ളത്. ആൻഡ് ദ നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ. ദ ടൈറ്റിൽ ഇറ്റ്സെൽഫ് പോർട്രേസ് എ റിട്ടേണിംഗ് ടു ലൗഡ് പ്ലേസ്, റിട്ടേണിംഗ് ടു ദ റൂട്ട്സ് ആൻഡ് ദ ജേർണി ടു ദ കംഫർട്ടബിൾ ഹോളിഡേയ്സ് ഇൻ എൻ ഐഡിയൽ പ്ലേസ്. ഈ ഒരു ഷോർട്ട് സ്റ്റോറി ഹോം കമ്മിങ് എന്ന് പറയുന്നത് ഇറ്റ് ഡെഫിനറ്റ്ലി പോർട്രേസ് റിട്ടേണിംഗ് ടു ലൗഡ് പ്ലേസ്. എനിക്കിഷ്ടമുള്ള, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ നാട്ടിലേക്ക് തിരികെ വരണം എന്ന് പറയുന്ന ഒരാഗ്രഹമാണ് ഈ ഒരു വർക്കിലൂടെ ടാഗോർ കാണിക്കുന്നത്. അതുപോലെ തന്നെ റിട്ടേണിംഗ് ടു ദ റൂട്ട്സ്, എൻ്റെ റൂട്ട്സിനെ തേടി എനിക്ക് തിരിച്ചു വരണം എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒരാഗ്രഹം. അതുപോലെ തന്നെ എ ജേർണി ടു ദ കംഫർട്ടബിൾ ഹോളിഡേയ്സ് ഇൻ ആൻ ഐഡിയൽ പ്ലേസ്, ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഐഡിയൽ പ്ലേസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ നാട്ടിലേക്ക് എനിക്ക് തിരികെ വരണം എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒരു ഏർജ്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു അടങ്ങാത്ത ഒരു ഡിസയർ, അതിനെപ്പറ്റിയാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി ഡീൽ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ദി വീഡിയോ. സോ താങ്ക് യു സോ മച്ച്. ഫോർ മോർ ലിറ്ററേച്ചർ കണ്ടന്റ് വീഡിയോസ്, just subscribe my YouTube channel Nutshell Lines. Let's learn something fruitful in a few words. Thank you so much.